കരമനയിലെ ദമ്പതികളുടെ ആത്മഹത്യയിൽ മൃതദേഹം വെച്ചുകൊണ്ടുള്ള സമരം അവസാനിപ്പിച്ചു. കനത്ത മഴയിലായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്തുള്ള SBI ബാങ്ക് ശാഖയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സമരം അവസാനിപ്പിച്ചുവെന്നാണ് വിവരം വരുന്നത്. ബാങ്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉറപ്പുകൾ ഈ പ്രതിഷേധക്കാർക്ക് നൽകിയോ? ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട ചർച്ചയാണ് VSCPയും ബാങ്ക് അധികൃതരുമായി നടന്നത്. ബാങ്കിന് പുറത്ത് മൃതദേഹം ഭൗതിക ശരീരം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സമരം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ഈ 20 ദിവസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ, അതായത് ബാങ്കിന്റെ നടപടിക്രമങ്ങൾ മൊത്തവും പൂർത്തിയാക്കിക്കൊണ്ട് ഈ നിലവിൽ ഇവരെടുത്ത വായ്പകൾ എഴുതിത്തള്ളാമെന്നൊരു നിബന്ധന ബാങ്കുമായിട്ട് സംസാരിച്ച് ഉറപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ രേഖാമൂലം ഒരു ഉറപ്പ് ഈ സമരക്കാർക്ക് നൽകിയെന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത്. ഈ VSCPയുടെ ചെയർമാൻ, അദ്ദേഹമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരം നയിച്ചത്. അദ്ദേഹത്തോട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവരാണ് ഈ ചർച്ചയ്ക്കും പങ്കാളികളായത്. അവരുടെയോടാണ് ബാങ്ക് ഇത്തരത്തിൽ പറഞ്ഞത്. അതായത് 20 ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് വായ്പ എഴുതിത്തള്ളാമെന്നൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നത്. ഹൈദരാബാദിൽ ഇവര് ഓഫീസുമായി ബന്ധപ്പെട്ട്, ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ അതിന്റെ രേഖാമൂലമുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 20 ദിവസം എന്ന് പറയുന്നത്. അതോടുകൂടി ഈ നിലവിലെ ബാങ്ക് വായ്പകളെല്ലാം എഴുതിത്തള്ളാമെന്നൊരു ഉറപ്പ് നൽകി. അതേ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയും തുടർന്ന് ഭൗതിക ശരീരം ആംബുലൻസിൽ കയറ്റി വീടുകളിലേക്ക്. പ്രശാന്ത്, അങ്ങനെയെങ്കിൽ ഈ സമരം വലിയ വിജയം കണ്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 60 ലക്ഷം രൂപയുടെ വായ്പ എടുത്തു, 1 കോടിയിലധികം രൂപ തിരിച്ചടച്ചു, വീണ്ടും 2 കോടി അടയ്ക്കണമെന്നുള്ള ബാങ്കിന്റെ നിർദ്ദേശം വന്നു. ഇങ്ങനെയല്ലേ ഇവർ വലിയ സമ്മർദ്ദത്തിന് അടിപ്പെടുകയും ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായത്? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സമരം ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു എന്ന് വേണ്ടേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ? തീർച്ചയായും നീലിമ, അത് തന്നെ വേണം. കാരണം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഈ സമരത്തിന് ശേഷം മാധ്യമങ്ങളെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ സമരം വിജയമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിലാണ് ഇപ്പോൾ ബാങ്ക് അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം വിജയം ആണ് എന്ന് തന്നെയാണ് എന്തായാലും ഈ സമരാനുകൂലികളും പറഞ്ഞത്. സമരം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം തന്നെയാണ് സമരം. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ്. വെയിലും മഴയും, ശക്തമായ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈയിടയ്ക്ക് മഴ തോന്നുന്ന സമയത്തുള്ള ചൂടുണ്ടായിരുന്നു. ഈ കാലാവസ്ഥയിലെല്ലാം ഈ ഭൗതിക ശരീരം പുറത്തു വെച്ചുകൊണ്ട് സമരം ചെയ്യുകയായിരുന്നു ഈ ബന്ധുക്കൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. മരണപ്പെട്ട ദമ്പതിമാർ, അവരുടെ ബന്ധുക്കൾ അടക്കം ഈ സമരത്തിൽ വന്നു. അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ ഉണ്ടായിരുന്നു. VSCPയുടെ നേതാക്കളും ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ BJP നേതാക്കളടക്കം ഈ സമരത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധം. കാരണം ഈ ഇത്തരത്തിൽ 2 ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ബാങ്ക് നടപടി മൂലമാണ്, അല്ലെങ്കിൽ ബാങ്കിന്റെ ഇത്തരം നടപടി മൂലമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ജീവൻ ആ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകണം. ഇനി ഈ വിഷയത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഭൗതിക ശരീരം ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയായിരുന്നു സമരം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പ് ലഭിക്കാതെ തങ്ങൾ പിരിഞ്ഞു പോവില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു സമരാനുകൂലികൾ. അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ പ്രതിഷേധം അവിടെ നടക്കുകയും ചെയ്തു. പുറത്ത് മുദ്രാവാക്യം വിളിക്കാൻ നിരവധി പേർ വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അതായത് ഭൗതിക ശരീരം ബാങ്കിന് പുറത്ത് വെച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം നടത്തിയത്. അതിനുശേഷമാണ് ഒരു സംഘം, വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തകർ ബാങ്ക് അധികൃതരുമായി സംസാരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സമരം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വരുന്ന 20 ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ ജപ്തി നടപടികളെല്ലാം മരവിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും ബാങ്ക് തുക എഴുതിത്തള്ളുന്ന നിലയിലേക്ക് എത്തുമെന്നൊരു ഉറപ്പ് ബാങ്കിന്റെ ഭാഗത്ത് ലഭിച്ചു എന്നാണ് ഇപ്പോൾ സമരാനുകൂലികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രശാന്ത്, കരമനയിലെ ദമ്പതികളുടെ ആത്മഹത്യയിൽ മൃതദേഹം വെച്ചുകൊണ്ടുള്ള സമരം അവസാനിപ്പിച്ചു. ഈ ബാങ്ക് വായ്പ 20 ദിവസത്തിനകം എഴുതിത്തള്ളുമെന്ന് SBI ബാങ്ക് ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്റെ പുറകെയാണ് പ്രതിഷേധം നിർത്തിയത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.